ഈ സന്ദർഭത്തിൽ ഭക്ഷണത്തിന് സമയമായിരിക്കുകയാണ്. കുട്ടികൾ നിശബ്ദരായിരിക്കണം. നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ക്ലാസ് എടുത്ത വേണു സാറിനോടും ബംസീദർ സാറിനോടും അദ്ദേഹത്തോടൊപ്പം വന്ന സുനിൽ സാറിനോടും ഈ സ്കൂളിന്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇതില് വേണു സാറിനെയും ബംസീദർ സാറിനെയും ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ രക്ഷാകർതൃ സമിതിയുടെ ആദരസൂചകമായി പണമായിട്ടൊന്നും കൊടുക്കാനില്ലെങ്കിലും അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് അവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിന് സമാപനമായി ഒരു വാക്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയുവാൻ സാറിനെ ക്ഷണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ സ്കൂളിലെ അധ്യാപകരും എന്റെ ഒരു സഹോദരനും കൂടെയൊക്കെയാണ് അദ്ദേഹം ജെയിംസ് സാറ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഇവിടെ ഈ സ്കൂളില് ഈ നാടൻപാട്ടിന്റെ കാര്യം നടത്തണമെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾ നാടൻപാട്ട് കളിക്കുന്നതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പിന്നീട് വിചാരിച്ചു രക്ഷകർത്താക്കളും കൂടെ ഒരു ബോധവൽക്കരണ ക്ലാസ് പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം കലാ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രാധാന്യം നമ്മുടെ പാഠ്യപദ്ധതിയിൽ വന്ന സ്ഥിതിക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരുങ്ങാത്ത സ്ഥിതിക്ക് ഇതെങ്ങനെ ചെയ്യണം എന്ന് PTA ഒരു ലക്ഷ്യം ഇല്ലാതിരിക്കുന്ന സ്ഥിതിക്ക് പുറം രാജ്യങ്ങളിൽ എങ്ങനെയാണ് കലാവിദ്യാഭ്യാസം നടക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് സാമാന്യമായി സംഗീതത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നാടൻപാട്ട് പഠിപ്പിക്കുന്നതിനോ സംഗീതം പഠിപ്പിക്കുന്നതിനോ എന്നുള്ള അവസരങ്ങൾ ഇതിനകത്തുണ്ടാകാതെ പോയത്. ശരിക്കും ഒരു ബോധവൽക്കരണം എന്ന് മാത്രമേ ഞങ്ങൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രയോജനപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ പ്രയോജനപ്പെട്ടെങ്കിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, രക്ഷാകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നല്ല ഒരു അധ്യാപന രീതി തന്നെ നടത്തിയ നമ്മുടെ വേണു സാറിനും സഹപ്രവർത്തകനും ബംസീദർ സാറിനും PTA പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഭക്ഷണത്തിനുള്ള കാര്യങ്ങളാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന നഴ്സറി മുതൽ 4 വരെ പഠിക്കുന്ന കുട്ടികൾ മാത്രം ആദ്യം ഈ ഹാളിന് പുറത്തു പോകണം. അവരവിടെ വന്ന് ആ തിണ്ണയിൽ വരിയായിട്ട് നിങ്ങളവിടെ ഇരുന്നാൽ മതി. ഭക്ഷണം നിങ്ങളുടെ കൈകളിൽ കൊണ്ടെത്തിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതോ, ഞാൻ പറഞ്ഞിട്ടേ പോകാവൂ. 1 പ്രീ പ്രൈമറി നഴ്സറി മുതൽ 4 വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളും വരിയായിട്ട് ഈ തിണ്ണയിൽ ഈ ഭാഗത്തായിട്ടും പാർക്കിലുമായിട്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം കൊണ്ടെത്തിക്കും. അതിനുശേഷം രക്ഷിതാക്കൾക്ക് ഭക്ഷണം അവിടുന്ന് വാങ്ങി ഭക്ഷിക്കാവുന്നതാണ്. എല്ലാവരും അതിൽ സഹകരിക്കണം. തുടർന്ന് അധ്യാപകരും ഗസ്റ്റായിട്ട് വന്നത് അവസാനത്തെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഇത് കുട്ടികൾക്ക് ഈ ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പുന്നത് വാങ്ങിക്കൊടുക്കാൻ രക്ഷിതാക്കൾ ഒരു 4-5 പേര് PTA-യിലുള്ളവര് അതിനുവേണ്ടി സഹകരിക്കണം. എല്ലാം വളരെ. പിന്നെ വേസ്റ്റ് ഇടാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. കുട്ടികൾ അതിന് വേസ്റ്റ് ഇട്ടിട്ട് ആ പാത്രം അവിടെ ടാപ്പിൻ്റെ കൂടെ കൊണ്ടുപോയി അവിടെ നിന്നും വൃത്തികേടാക്കാതെ കഴുകി അവിടെ സൂക്ഷിച്ചു വെക്കണം. അവരവർ തന്നെ, രക്ഷിതാക്കളും അങ്ങനെ തന്നെ. എല്ലാവരും അവരവർ കഴിക്കുന്ന പാത്രം അവിടെ കഴുകി തിരികെ ഏൽപ്പിക്കേണ്ടതാണ്. ബഹളം വെക്കരുത്. ബഹളം വെച്ചാൽ അടി കിട്ടും കുട്ടികൾക്ക്.